ശ്രീമതി ധന്യ രാജേന്ദ്രൻ മാധ്യമ പ്രവർത്തക ടെലിഫോൺ ലൈനുണ്ട്. ധന്യ രാജേന്ദ്രൻ, ഇവിടെ അതിജീവിതയുടെ നിരാശ അത് അവർ കേൾക്കുന്നുണ്ടോ? ഈ അതിജീവിതയുടെ നിരാശ, അവരുടെ വേദന നേരത്തെ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അവർ പരസ്യമായി രംഗത്ത് വരുന്നു, വിചാരണ കോടതിക്കെതിരെ നിരാശയാണെന്ന് പറയുന്നു, ജുഡീഷ്യറിക്കെതിരെ അസാധാരണമായ പ്രതികരണം നടത്തുന്നു. എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം ഇത്? അല്ല, അവരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഈ ഒരു കേസ് ഓപ്പൺ ട്രയൽ വേണം. അതായത് പ്രോസിക്യൂട്ടറെ മാറ്റാൻ ശ്രമിച്ച കാര്യവും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് പ്രോസിക്യൂട്ടർ റിസൈൻ ചെയ്തു എന്നും ജഡ്ജിനെ മാറ്റാൻ ശ്രമിച്ച കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇതിൽ ചിലപ്പോൾ കേരള ജനങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അത്ര പ്രസക്തിയായിട്ട് അറിയാത്തൊരു കാര്യം, ഈ ഓപ്പൺ ട്രയൽ വേണമെന്ന് സർവൈവറാണ് ചോദിച്ചത്. സാധാരണ സെക്ഷൽ വയലൻസ് കേസുകൾ ഇൻ ക്യാമറ ട്രയലാണ് ഉണ്ടാവാറുള്ളത്. ഈ കേസ് ഇൻ ക്യാമറ ട്രയൽ വേണമെന്ന് ചോദിച്ചത് അക്യൂസ് നമ്പർ 8 ദിലീപാണ്. പക്ഷെ ഈ ട്രയൽ എന്താണ് സംഭവിക്കുന്നത് ജനങ്ങളും മീഡിയയും കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഈ സർവൈവർ. അവർക്ക് ഇതിലൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് അവർ ഡിസപ്പോയിന്റ്മെന്റ് രേഖപ്പെടുത്തുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് 4-5 കൗണ്ടുകളിൽ ജഡ്ജ് ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ തന്നെ വിശ്വസിക്കാത്തതും അല്ലെങ്കിൽ അത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും പറയുന്ന പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഒരു ജഡ്ജ്മെന്റിൽ നോർമലി വിറ്റ്നസ്സുകളെ ഡിസ്കാർഡ് ചെയ്യോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യോ ഒക്കെ ജഡ്ജിന്റെ പ്രൊറഗേറ്റീവ് ആണ്. അതിന് ജഡ്ജിന് പല കാരണങ്ങളുണ്ടാവും, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഈ ജഡ്ജ്മെന്റിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 കാര്യങ്ങൾ അതിജീവിത പറഞ്ഞത് കൊറാബറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് വെറും ഓറൽ ടെസ്റ്റിമണി മാത്രമാണ്. ഇൻക്ലൂഡിംഗ് ദിലീപിന് അവരോട് ശത്രുതയുണ്ടായിരുന്നു, ദിലീപ് അവരുടെ സിനിമകൾ ഇല്ലാതാക്കി എന്ന് ഇവർ പറഞ്ഞത്, കോടതി പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു വിധി വരുമ്പോൾ തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് അത് ഒരു ഡിസപ്പോയിന്റിംഗ് വിധി തന്നെയാണല്ലോ. ആ ഡിസപ്പോയിന്റ്മെന്റ് ആണ് അവർ ഈ സ്റ്റേറ്റസിലൂടെ പറയുന്നത്. ശരി വിനോദ്, ഇത്തരത്തിൽ ഒരു അപ്പീലിന്റെ സാഹചര്യം പ്രോസിക്യൂഷൻ അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. വിചാരണ കോടതി നമ്മൾ ആ വിധിന്യായം വായിച്ചു നോക്കിയാൽ 10,700 പേജ് ഉള്ളതാണ്. നിരവധി സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. വിചാരണയുടെ 2ാം ഘട്ടത്തിലാണ് ദിലീപിനെതിരെയുള്ള, നടനെതിരെയുള്ള തെളിവുകൾ ഇല്ലാതായത് എന്നും അതിൽ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് വലിയ പിഴവ് പറ്റിയെന്നുമുള്ള ആക്ഷേപവും മറ്റുമുണ്ട്. അപ്പോൾ ഒരു പുനരന്വേഷണം എന്ന ഘട്ടത്തിലേക്ക് പോലും ഒരുപക്ഷെ അപ്പീൽ കോടതി ഇതിനെ പരിഗണിച്ചേക്കാം. തീർച്ചയായും രഞ്ജിത്ത്, ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഈ മെമ്മറി കാർഡ് ചോർന്നു എന്നത് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലായിരുന്നു. പക്ഷേ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവത്തിലുണ്ടായിരുന്നില്ല. അതിനെ ഡിനേ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതുമുതൽ തന്നെ പല കാര്യങ്ങളിലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച പല വസ്തുതകളും പൂർണ്ണമായി നിരാകരിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് കോടതിയുടെ വിവേചനാധികാരമാണ്. അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ കോടതി മുറിയിൽ ജഡ്ജി ഒരു തീരുമാനമെടുക്കുക. അതിൻ്റെ ന്യായാന്യായങ്ങൾ ഒരുപക്ഷെ നമുക്ക് പോലും നിർവചിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കില്ല. പക്ഷേ ഇവിടെ പുറത്തുനിന്നുള്ള ആരുടെയെങ്കിലും വിമർശനമല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഈ അതിജീവിത തന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിധിയെ എന്നതിനപ്പുറത്തേക്ക് ജഡ്ജിയെ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള അവരുടെ വിമർശനമാണ് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കുമൊക്കെ താൻ കത്തയച്ചിരുന്നു. പക്ഷേ നടപടി ഉണ്ടായില്ല എന്ന കാര്യം പറയുന്നു. തുറന്ന കോടതിയിൽ ഇതിൻ്റെ വിചാരണ നടക്കണമെന്ന ആവശ്യം താൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് നിരാകരിക്കപ്പെട്ടു. തനിക്ക് താല്പര്യമായിരുന്നു എന്ത് തരത്തിലുള്ള വിചാരണയാണ് നടക്കുന്നതെന്ന് പൊതുജനങ്ങളും മാധ്യമങ്ങളും ഒപ്പം തന്നെ തനിക്കുമൊക്കെ ഇത് നേരിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് പൂർണ്ണമായും ജഡ്ജി തള്ളിക്കളഞ്ഞു എന്ന കാര്യം പറയുന്നുണ്ട്. 2 പ്രോസിക്യൂട്ടർമാർ, അതായത് കേസിൻ്റെ തുടക്കത്തിൽ വന്ന 2 പ്രോസിക്യൂട്ടർമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രോസിക്യൂഷനോട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് ജഡ്ജി പെരുമാറുന്നതെന്ന കാര്യം തന്നോട് പറഞ്ഞിരുന്നു എന്നുകൂടി അവർ ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവരുടെ നിരാശ പ്രകടമാകുന്നത് രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ അല്ല നീതി എന്ന കാര്യം അവർ അടിവരയിട്ട് പറയുന്നു. അതായത് ഇത് നീതി നിഷേധമാണ്, കൃത്യമായ വിചാരണയല്ല നടന്നത്, വിധി ബയാസ്ഡാണ്, ഏകപക്ഷീയമാണ് എന്ന് തന്നെയാണ് അവർ ഈ കത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ഈ കത്തിൽ ഈ അക്കമിട്ട് കാര്യങ്ങൾ നിരത്തുന്നതിന് മുൻപുള്ള ഒരു ഭാഗത്തിൽ അവർ പറയുന്നത് ഇവിടെ നടക്കുന്ന PR വർക്കിനെയൊക്കെ വിമർശിച്ചുകൊണ്ടാണ് പണം വാങ്ങിയവർ അവരുടെ പണി ചെയ്തുകൊള്ളൂ, ഇതിലെ ചില ആളുകളിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊള്ളൂ, തനിക്കെതിരെ ചില കള്ളക്കഥകൾ ഇതിനകം തന്നെ പ്രചരിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ കഥ പ്രചരിക്കുന്നുണ്ട്, ഇതിലെ 1-ാം പ്രതി തൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്നു എന്ന തരത്തിലാണ് അതിൽ ഒരു കഥ. അതുകൊണ്ട് തന്നെ അതിൽ വിശദീകരണമായി നടി പറയുന്നത് തനിക്ക് ഈ ഡ്രൈവറെ അറിയില്ല, അന്ന് ചിത്രീകരണം നടന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റിൻ്റെ ഡ്രൈവറാണ് ഇയാൾ,
ഇയാളോടൊപ്പം രണ്ടോ മൂന്നോ തവണ മാത്രമാണ് താൻ യാത്ര ചെയ്തിട്ടുള്ളത് എന്ന കാര്യം. ശരി വിനോദ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ആജ്ഞ, ഇനിയിപ്പോൾ നടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഈ വിചാരണ കോടതി വിധിയുടെ വിശദാംശങ്ങൾ ഓരോന്നായി ഈ പുറത്തു വരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടി മറ്റൊരു അന്വേഷണത്തിലേക്ക്, ഒരു പുനരന്വേഷണമോ തുടരന്വേഷണമോ ആവശ്യപ്പെടാനുള്ള സാഹചര്യം കൂടി അവരുടെ ക്യാമ്പ് അത്തരത്തിലുള്ള നീക്കമുണ്ടോ? ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം അപ്പെക്സ് കോർട്ടിലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീലിന് പോവുകയാണ് രഞ്ജിത്ത്. അതേ തുടർന്ന് ഒരു പക്ഷേ ഈ അപ്പീലിന് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരം ആവശ്യങ്ങളൊക്കെ നടിക്ക് മുന്നോട്ട് വെക്കാൻ അയക്കാം. ആ ഒരു സാഹചര്യം കൂടി, അതായത് ഇപ്പോൾ നിലവിലുള്ള നമുക്കറിയാം ഇവര് അതിൽ അതൃപ്തയാണ്. ഈ വിധിയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ അവർ അതൃപ്തയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് മാത്രമല്ല അവർ തന്നെ 2020 മുതൽ അവർക്ക് ഈ ട്രയലിന്റെ ഇടയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് വ്യക്തമായ കാര്യങ്ങളാണ് അക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ ഈ 8-ാം തീയതി വിധി വരുന്ന സാഹചര്യത്തിൽ, അതായത് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ള വിധി ട്രയൽ കോടതിയിൽ നിന്നും വരുന്ന സാഹചര്യത്തിൽ 6 പേര് കുറ്റക്കാരായ 6 പേര്, അതായത് നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 6 പേർ മാത്രമാണ് ഇതിൽ കുറ്റവാളികൾ എന്നുള്ള വിചാരണ കോടതിയുടെ കണ്ടെത്തൽ കൂടിയായ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിധിയിൽ പാകപ്പിഴയില്ല. കാരണം കുറ്റക്കാരെ ശിക്ഷിച്ചല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകുമെന്ന് ധരിച്ചിരുന്നെങ്കിൽ അത് അമ്പെ പാളിപ്പോയി എന്നുള്ളതാണ് 8-ാം തീയതി മുതൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള പൊതു അഭിപ്രായം. നമുക്ക് അതിന്റെ പേരിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഞ്ജിത്ത്, നമുക്ക് ഇതുവരെയും ഒരു വിധിക്കുമെതിരെ ഉണ്ടാകാത്ത തരത്തിൽ, ഒരു കോടതിക്കുമെതിരെ തരത്തിലുണ്ടാകുന്നത് കോടതി അലക്ഷ്യമാണ്, അല്ലെങ്കിൽ കോടതി വിധി എന്ന് പറയുന്നത് അന്തിമമാണ്, കോടതിയിൽ നിന്ന് നീതി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തകർന്നു പോകുന്ന അല്ലെങ്കിൽ തകർന്ന് പരിപ്പണമായി പോകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തുനിന്ന്